ഹായ്, ഹലോ, നമസ്കാരം, ഹരി ഓം. എന്നും ഇങ്ങനെ വന്നിരുന്ന് കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ പറയുന്നല്ലേ, ആരും ലൈക്ക് പോലും ചെയ്യാറില്ല, വേണ്ട. പിന്നെന്താ, നമ്മളിപ്പം നമ്മൾ പറയല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ഫലം അതിൻ്റെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. നമുക്കറിയാവുന്ന കാര്യം നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഫലം ആഗ്രഹിക്കാതെ നീ കർമ്മം ചെയ്യുമെന്നാണ് എൻ്റെ സത്യം പറഞ്ഞാൽ. ഈ ഭഗവത്ഗീതയൊക്കെ വായിക്കാൻ തുടങ്ങിയ പിന്നീടുള്ളൂ അതൊക്കെ ഒരു ഭയങ്കരമായ ഒരു തിരിച്ചറിവ്. നമുക്ക് നേരത്തെയും ഭക്തിയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ കൃഷ്ണനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങിയ പിന്നാണ് ഒരു ശരിക്കുമുള്ളൊരു ബോധം ഉണ്ടായത്. നമ്മൾ വിചാരിക്കുന്ന എന്തോ പ്രാർത്ഥനയും ഇതുകൊണ്ടെങ്കിൽ നമുക്കൊന്നും വരില്ല, നമ്മളെല്ലാം സേഫായിട്ട് ഇങ്ങനെ അങ്ങ് പോകുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കലുമില്ല. അത് ഈ ഭഗവാൻ കൃഷ്ണനെ അറിയാൻ തുടങ്ങുമ്പോഴില്ലേ, കർമ്മയോഗിയായിട്ടുള്ള ഈ കൃഷ്ണനെ പക്ഷേ എനിക്ക് കൃഷ്ണനെ നമ്മൾ പല രൂപത്തിലാണ്, ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. എനിക്ക് പക്ഷേ ഉണ്ണിക്കണ്ണനായിട്ട് തന്നെയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിഗ്രഹത്തിൽ രാവിലെയൊക്കെ തൊഴുമ്പം ശരിക്കും ചതുർഭുജധാരിയായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം തന്നെയാണ് അതിനകത്തിരിക്കുന്നത് അല്ലേ. എങ്കിലും കൃഷ്ണനായിട്ട് കാണാനാണ് ഇപ്പം ഞാനിങ്ങനെ തോന്നുന്നു. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിലുള്ള അവിടെ മഞ്ജുളാലി കാണുമ്പോൾ തൊട്ട് കൃഷ്ണൻ അവിടെ എവിടെയൊക്കെയോ ഇങ്ങനെ മറിഞ്ഞ് നടപ്പുണ്ട്. ആരുടെയൊക്കെയോ സാരിപ്പുറയിൽ. അതെൻ്റെ ഒരു എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഞാൻ അത്രയും അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ണിക്കണ്ണനും എൻ്റെ മേശപ്പുറത്തുണ്ട്. ഞാനും എൻ്റെ ഉണ്ണിക്കണ്ണനും ഇവിടെ ആ കടയിലൊക്കെ ഇപ്പോൾ 11:30 കഴിഞ്ഞ്, ഇനിയിപ്പോൾ ഒരു 11:30 കഴിഞ്ഞ് 2 മണി വരെയൊക്കെ അധികം ആളില്ല കടയിൽ. ഇപ്പോൾ ഈ ഉണ്ണിക്കണ്ണനും ഞാനും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അത് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. എനിക്കൊരു കുഞ്ഞിക്കണ്ണനായിട്ട് കാണാനാണ് ഇഷ്ടം. അത് ഓരോരുത്തർക്കും ഓരോ ഭാവമാണ് കേട്ടോ. അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാം. ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ശരിയായിട്ട്, അതുപോലെ നാരായണ ഗുരുദേവ കൃതികൾ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു മനുഷ്യൻ നമ്മൾ പോലും അറിയാതെ നമ്മളിലൊരു രൂപാന്തരീകരണം നടക്കും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലോട്ടല്ലേ ഒരു ഗുരുവിലേക്ക് നമ്മൾ ഇങ്ങനെ കടക്കുമ്പോൾ ഇല്ലേ, നമ്മൾ പറയും ഒരു ഇടത്തെയും വായിച്ചാൽ മാതാജിയൊക്കെ പ്രഭാഷണം പറയുമ്പോൾ അല്ലേ, ഗുരുവും ദൈവവും ഒന്നിച്ചു വന്നെന്ന് ആരെ ആദ്യം നീ വണങ്ങും എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് എൻ്റെ ദൈവം ആരാണെന്ന് പഠിപ്പിച്ചു തന്ന എൻ്റെ ഗുരുവിനെ ഞാൻ ആദ്യം വണങ്ങും എന്ന് പറഞ്ഞാലാണ് നാരായണ ഗുരുദേവൻ അല്ലേ. ഗുരുദേവൻ നമ്മളെ ഈശ്വരൻ ആരാണ് എന്ന് പഠിപ്പിച്ചു തന്ന ആളാണ്, പഠിപ്പിച്ചു തന്ന ദൈവം തന്നെയാണ്. അതുകൊണ്ട് നാരായണ ഗുരുദേവ കൃതികളും നമുക്ക് ഭയങ്കരമായിട്ട് അതും പഠിക്കണം ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ സ്വഭാവത്തിലുള്ള കൊച്ചു മാറ്റങ്ങൾ, പിന്നെന്താണ് നമ്മുടെ പ്രവൃത്തിയിലുള്ള മാറ്റം, നമ്മുടെ ചിന്തയിലുള്ള മാറ്റം, നമ്മുടെ എന്തുവാ പറയുന്നത്, നമ്മുടെ വാക്കുകളിലുള്ള മാറ്റം, നമ്മുടെ പ്രവൃത്തികളിലുള്ള മാറ്റം, ഇതെല്ലാം നമുക്ക് ഓരോ ഘട്ടമായിട്ട് രൂപാന്തരപ്പെട്ടു വരും. അല്ലാതെ നമ്മൾ ഇപ്പം ചിലപ്പോൾ എന്നോടൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടി. ഞാനൊക്കെ ഉറക്ക നാമം ജപിക്കുവേ. ഈ ഉണക്ക സമയത്തൊക്കെ ഉണ്ടല്ലോ, വെള്ളമൊക്കെ ഇല്ലാത്ത സമയത്ത് വൈകിട്ടൊക്കെ സിറ്റൗട്ടിലിരുന്നിട്ടാണ് വിളക്ക് കത്തിച്ചിരുന്ന് നാമം ചൊല്ലുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേരൊക്കെ പറയും, അമ്മ എന്തിനാ ഇങ്ങനെ ഉറക്ക കിടന്ന് നാമം ചൊല്ലുന്നത്, പതുക്കെ ചൊല്ലത്തില്ലേ, നാട്ടുകാർ കേൾക്കുമെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഉറക്കച്ചൊല്ലാണ്, എനിക്ക് തന്നെ കേൾക്കണം അത്. അപ്പോഴും ഞാനങ്ങനെ വെളുപ്പിനെയൊക്കെ എണ്ണിച്ചിരുന്നിട്ട് ആരും പുത്തണ്ണൊക്കെ എവിടെ ഇല്ലെങ്കിൽ ഞാൻ ഉറക്കം ഇരുന്നങ്ങ് ജപിക്കും. അവർക്കൊക്കെ അത് കേൾക്കുന്ന എന്തോ ഒരു അരോചകം പോലെയൊക്കെ എനിക്കങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാനതൊന്നും വേണ്ടിയിട്ടില്ല, ഞാൻ ചൊല്ലും. എനിക്ക് ഉറക്കം താമസം ചൊല്ലണം. അപ്പോൾ അത് ചില പറയും, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമുക്കറിയാതെ. പിന്നെ എപ്പോഴും നടക്കുന്ന വഴികളിലൊക്കെ പതുക്കെ, പക്ഷെ അതിനായിട്ടൊരു സമയത്ത് അതിനുവേണ്ടി ഞാൻ മാറ്റി വെക്കുമ്പം അതെനിക്ക് ഉറക്കം ജപിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. അതിനൊക്കെ ആ വഴിക്ക് വിടണം. എന്തിനാ അതിനൊക്കെ വിമർശിക്കാൻ പോകുന്നതല്ലേ. അതിനൊരു സമയമുണ്ടല്ലോ, രാവിലെയും വൈകിട്ടും. പിന്നെ ഇന്ന സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. നമുക്ക് ഹിന്ദുക്കൾക്ക് പിന്നൊരിതുണ്ട്, പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പുസ്തകത്തെ തുടരുത്, അവിടെ തുടരുത്, ഇവിടെ തുടരുത്. ഭഗവാൻ കൃഷ്ണനെ വിളിക്കാൻ ഒരു ഭഗവാനെ 8ാം അധ്യായത്തിലെ 7ാമത്തെയോ അങ്ങനൊരു ശ്ലോകമുണ്ട്, തസ്മാ സർവേഷു കാലേഷു, ഏത് സമയത്തും ഭഗവാനെ വിളിക്കാമെന്നാണ് പറയുന്നത്. ഞാൻ മറന്നുപോയി. അതൊക്കെ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്. നമുക്ക് ഈ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള വാക്കുകൾ കിട്ടാഴിക, അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് തന്നെയാണ്. അതും വേണം. അതുകൊണ്ടാണ് ഗുരുദേവനൊക്കെ പറയുന്നത് വിദ്യാഭ്യാസം വേണം.
പിന്നെ അറിവ് നേടാൻ ഇതൊക്കെ പഠിക്കാൻ വിദ്യാഭ്യാസം ഒന്നും. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം കൂടെ വേണം. പക്ഷെ എന്നാലും നമുക്ക് സ്വയം അറിയാനും പറ്റും. കുറേ നമ്മൾ വായിക്കണം, കുറേ നമ്മൾ അതിന് വേണ്ടിയും കൂടെ. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രിപ്പറേഷനൊന്നും എടുക്കുന്നില്ലല്ലോ. ഇപ്പം ഇന്നത് പറയാമെന്ന്, ഇത് ഞാൻ ഫോൺ ഓണാക്കി വെക്കുന്നു, ഞാൻ പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആകണം. അല്ല, നമ്മൾ പീരീഡ്സ് ആയിരിക്കുമ്പം 7 ദിവസം അമ്പലത്തിൽ പോകണ്ട, അമ്പലത്തിൽ പോകരുത്, വിളക്ക് കത്തിക്കരുത്. ഇതിൽ കൂടിയ ഒരു ഭക്തിയൊന്നും, അതിൽ കൂടുതലൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് അവിടെ ഒരു വൈബ്രേഷനുണ്ട്, നമുക്ക് ആ സമയത്ത് അത് വേണ്ട, അതിനെ അങ്ങനെ ആക്കി വെച്ചേക്കാം. അതൊന്നും വേണമെന്ന് നമുക്ക് പറയാൻ പാടില്ലല്ലോ. പക്ഷെ നാമം വിളിക്കുന്നതിനും ഭഗവാനെ വിളിക്കുന്നതിനും ഒന്നും ഒരു മാറ്റവും ഇല്ലെന്നേ, ഒരു ഇതുമില്ല. ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എപ്പോഴും ജപിക്കാം. ആ നാമം നമുക്ക് എപ്പോഴും ജപിക്കാം. നാരായണാന്ന് വിളിക്കാൻ വല്ലാണ്ട് പാടുണ്ടോ? അതൊക്കെ പിന്നെ നമ്മുടെ നിപ്പിലും നടപ്പിലും എപ്പോഴും ഏത് നേരവും അല്ലേ. അതാണ് ഗുരുദേവൻ പറഞ്ഞു തന്നൊരു കൃതി. അതാണ് ഈ വീണ്ടും വീണ്ടും പറയുന്നത്. വനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുഷ്യന് മറ്റൊരു വേല ചെയ്തിടേണ്ട, വനമലർ കൊയ്തും അതല്ലായെങ്കിൽ മായാ മനുവുരു വിട്ടുവിരിക്കാം. അങ്ങനെ മായാ മനു വിട്ടിരിക്കുന്ന ഒരാൾക്ക് പൂജ ചെയ്യുവോ അമ്പലത്തിൽ പോകുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. എപ്പോഴും അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരായിട്ട് ജീവിക്കണം നമ്മൾ ഓരോരുത്തരും. നമുക്കപ്പം വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ നമുക്ക്, ഞാനൊന്നും ഒരു പ്രശ്നമില്ലാത്ത ആളൊന്നും ഒന്നുമല്ല, എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷെ നമ്മളതൊന്നും ഉള്ളിലോട്ട് എടുക്കുന്നില്ല. അതിനെല്ലാം അതിൻ്റെ വഴിക്ക് വിടാൻ പഠിച്ചു. എല്ലാത്തിനെയും അതിൻ്റെ വഴിക്ക് വിടുക, പൊക്കോളുക, അത്രയേ ഉള്ളൂ. അതൊന്നും എൻ്റെ അടുത്തോട്ട് വന്നേക്കരുത്, എന്നെ ബാധിക്കത്തുമില്ല. ഒക്കെ ഉള്ളവർ പതുക്കെ നമ്മളിൽ നിന്ന് അകന്ന് പൊക്കോളുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഞാനിതുകൊണ്ടൊക്കെ അതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കാരെയും വലിച്ചടുപ്പിച്ച് നമ്മളിലോട്ട് വെക്കാനൊന്നും പറ്റില്ല. പൊക്കോളുക, നമ്മളിൽ നിന്ന് അകന്ന് പൊക്കോളുക. നമ്മൾ ഒരു സ്പേസ് നമുക്ക്, അവരുടെ സ്പേസ് അവർ കൊടുക്കും, അവർക്ക് കൊടുക്കുന്നു, നമ്മുടെ സ്പേസ് നമുക്ക് എടുക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങളെ അങ്ങനെ ഇരിക്കുന്ന സൈലൻ്റ് ബഹളം വെച്ചൊന്നും ഒരു കാര്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്കുള്ളത് നമുക്ക്, അത്രയേ ഉള്ളൂ. അങ്ങനെ ജീവിക്കണം. പിന്നെ അങ്ങനെ മാറണം ഓരോരുത്തരും. നമ്മളെന്തിനാ കരഞ്ഞ് തളർന്ന് ഓരോരുത്തർക്ക് കിടന്ന് അടിയും കൂടി കിടക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. ഈ വഴക്കും ബഹളമൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കി, ഇനിയും വേണ്ടേന്ന് ഞാൻ ഉറപ്പിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. വഴക്ക് ബഹളം വേണ്ട, അതിനി എൻ്റെ ജീവിതത്തിലേ വേണ്ട എന്ന് ഞാൻ ഉറപ്പിച്ച് വെച്ചേക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിടങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞ് നിൽക്കേ നമുക്ക് മാർഗ്ഗമുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാവരെയും പോയി നമ്മൾ നിൽക്കാൻ പറ്റുമോ? ചിലർക്ക് താല്പര്യം കാണും, ചിലർക്ക് താല്പര്യം കാണത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുക. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയൊക്കെ ചെയ്താൽ ഞാൻ എല്ലാം പറഞ്ഞൊക്കെ തരാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള ഇതൊക്കെ ഉണ്ട്. ക്ഷമാശീലമായിട്ടൊക്കെ ജീവിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് അതൊക്കെ പറഞ്ഞു തരാൻ എനിക്കറിയാം. പക്ഷേ ഇപ്പം ഈ വീഡിയോ ഒക്കെ വേണമെങ്കിൽ വെച്ചിട്ട് ഇപ്പോൾ ഒത്തിരി കാര്യമായിട്ടൊക്കെ പറയാൻ ഇല്ലല്ലോ.